എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ എൻ്റെ ഇന്നത്തെ ഞാൻ ചെയ്യുന്ന കോഴ്സിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അതിൻ്റെ പാർട്ടിയാണ്. മൾട്ടി കൾച്ചറലിസമാണ് നമ്മുടെ തീം. കണ്ടോ, എല്ലാവരും ഉണ്ട്. മെക്സിക്കൻസ് ഉണ്ട്, യുക്രൈനിയൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, പിന്നെ ചൈനീസ് ഉണ്ട്, ജാപ്പനീസ് ഉണ്ട്, നൈജീരിയ എന്നുള്ളവരുണ്ട്. സോ കുറേ പേരുണ്ട്. ഇത് പോട്ട്ലക്ക് പാർട്ടി ആയിരുന്നു. പോട്ട്ലക്ക് പാർട്ടി എന്ന് വെച്ചാൽ അവരവർ ഫുഡ് കൊണ്ടുവരിക വീട്ടിൽ നിന്ന്. അങ്ങനെ അത് കൊണ്ട് തന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് ഒക്ടോപ്പസിനെ കൊണ്ടുള്ളൊരു ഐറ്റം, സമോസ ഉണ്ടായിരുന്നു, പിന്നെ സാൻഡ്വിച്ച്. ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള ആളുകളായത് കാരണം തന്നെ ഡിഫറെൻറ്റ് ക്വിസീൻസ് കഴിക്കാൻ പറ്റുമായിരുന്നു. ചിലതിൻ്റെ ഒന്നും പേര് പോലും ഞാൻ കേട്ടിട്ടുമില്ല, ടേസ്റ്റ് ചെയ്തിട്ടുമില്ല. ബട്ട് ഡിഫറെൻ്റായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റി ഇങ്ങനെ ഒരു പാർട്ടി ഉള്ളത് കാരണം തന്നെ. എല്ലാം നല്ലത് അടിപൊളിയായിരുന്നു. പിന്നെ മെയിൻ കോഴ്സും ഡെസേർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഗുലാബ് ജാമുനും പിന്നെ പായസവും കേക്കും എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ മടിച്ചിയായ ഞാനൊന്നും ഉണ്ടാക്കിയില്ല. അതിന് പകരം ഒരു ഡാൻസ് കളിച്ചു, എല്ലാവരെയും സമാധാനപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, അവരവരെ ഇൻട്രോ ഉണ്ടായിരുന്നു. പിന്നെ ഇത് മൾട്ടി കൾച്ചറലിസം ആയത് കാരണം തന്നെ എല്ലാവരും കാണാനും ഒക്കെ ഭയങ്കര രസമായിരുന്നു. ഞാൻ Yay! We have time just to write your first impression and your new impression of your group mates. And during this course, പിന്നെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. ആക്ടിവിറ്റി കമ്മിറ്റിയിലായിരുന്നു ഞാനും. അങ്ങനെ കുറേ നല്ല ഗെയിംസും പാട്ടും ഡാൻസും. ഇത് ഉക്രൈനിയൻ സോങ് ആണ് കേട്ടോ. സോറി, ഞാൻ ഈ പാട്ട് നിങ്ങളെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. നോക്കുമ്പം കോപ്പിറൈറ്റ് ഇഷ്യൂ ഇതിനും വന്നു. എനിക്ക് എങ്ങനെയും ഈ പാട്ട് ഇവിടെ വെക്കാൻ പറ്റില്ല. ഇതൊരു റഷ്യൻ സോങ് ആണ്. നന്നായിട്ട് പാടി. ഇത് എൻ്റെ കൂടെ പഠിക്കുന്ന അലീനയാണ് പാടിയത്. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ഈ പാട്ട് വെച്ച് തരാം കേട്ടോ. പിന്നെ പറയണ്ടല്ലോ, എവിടെ പോയാലും എൻ്റെ ഒരു ഡാൻസ് ഇല്ലാതെ പറ്റില്ല. അത് കാരണം തന്നെ ഞാൻ ഡാൻസ് കളിച്ചു. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ള കാരണം എനിക്ക് പാട്ട് ഇവിടെ വെക്കാൻ പറ്റില്ല. ആജാ നച്ലയാണ് ഞാൻ കളിച്ചത്. അത് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് അതിനെ ഒരു 2 മിനിറ്റ് ആക്കിയിട്ട് ആണ് കളിച്ചത്. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു, പനി പിടിച്ച് കിടക്കുമായിരുന്നു. പക്ഷേ ഇത് മിസ് ചെയ്യാൻ പാടില്ല എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഡാൻസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കുറേ ഇഷ്ടമായി. കാരണം കുറേ പേര് ഇങ്ങനൊരു ഡാൻസ് ഒന്നും കണ്ടിട്ടില്ല. അത് കാരണം തന്നെ ഞാൻ എന്ത് കളിച്ചാലും ആർക്കൊന്നും മനസ്സിലാവാനും പോകുന്നില്ല. പക്ഷേ ഇറ്റ് വെൻറ്റ് വെൽ. എല്ലാവർക്കും ഇഷ്ടമായി, എനിക്കും ഒരു സന്തോഷം. ഇറ്റ് വാസ് ഗുഡ്. വീണ്ടും ഒരു റഷ്യൻ സോങ് ആണിത്. നല്ല രസമുണ്ടായിരുന്നു അവർ സോങ്ങൊക്കെ കേൾക്കാനായിട്ട്. ഞങ്ങളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഇവരുടെ ഡാൻസും ലില്യാൻ്റെ ഡാൻസും ഒക്കെ കൂടി. ഇതാണ് കേട്ടോ ലില്യാൻ. ഡാൻസൊക്കെ കൂടി നല്ല രസമായിരുന്നു. എനിക്കിവിടെ പാട്ട് വെക്കാൻ പറ്റില്ല എഗെയിൻ. പക്ഷേ എന്തുകൊണ്ടും നല്ല ഫണ്ണായിരുന്നു. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഈ സോങ് ഒന്നും. എന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്തു ഓരോ സോങ്ങും ഓരോ ഡാൻസും ഒക്കെ ആയിട്ട്. അന്നത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തു കേട്ടോ. വീണ്ടും പണ്ടത്തെ ഒരു കോളേജ് ഡേയ്സൊക്കെ ഓർമ്മ വന്നു. ഞങ്ങൾ ശരിക്കും ഒരു കോളേജ് ഡേയ്സിനൊക്കെ ഉണ്ടായിരുന്ന ഗെറ്റ് ടുഗെദറും നമ്മുടെ സെൻഡ് ഓഫ് ഒക്കെ ഫീൽ ചെയ്തു. അതും ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന്, ജാപ്പനീസ്, ചൈനീസ്, മെക്സിക്കൻസ്, ആഫ്രിക്കൻസ്, ഇന്ത്യൻസ്, ഏതൊക്കെ കൺട്രിയിൽ നിന്നുള്ള ആളുകളായിരുന്നു എന്നറിയോ. അതും ഭയങ്കര വേറൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ കുറേ ഫ്രണ്ട്സിനെ കിട്ടി, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നല്ല മെമ്മറീസുകളുമായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറക്കണ്ട, ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.